വാനില പരാഗണം ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പരാഗണം ചെയ്തതൊക്കെ കുറേ കൂടുതൽ പിടിച്ചിട്ടുണ്ട്, അത് കാണാൻ പറ്റും. ഇവിടെ പുതിയ പൂവാണ്, 2 പൂ നമുക്ക് കാണാൻ പറ്റും. 2 പൂവിൻ്റെ പരാഗണം ഇന്ന് ചെയ്യണം. പഴയത് പിടിച്ചതൊക്കെയാണ് ഈ കരിഞ്ഞ പൂ അറ്റത്ത് നിൽക്കുന്നത്. പിടിക്കാത്തതിൻ്റെ അറ്റത്തുനിന്ന് പൂവൊക്കെ പോകും. ഇതൊരു മാവേലാണ് കയറി കിടക്കുന്നത്. നമ്മളിത് മാവേൽ കയറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചൂട് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇട്ടാലേ ഇത് കായ്ക്കുള്ളൂ. എന്നിട്ട് അറ്റം ഞുള്ളുമ്പോഴാണ്, അറ്റം ഒടിച്ച് കളയുമ്പോഴാണ് ഇതിന് പൂ ഉണ്ടാകുന്നത്. 1-2 വർഷമാകുമ്പോൾ പൂ ഉണ്ടാവും. ഇപ്പോൾ പരാഗണം നമുക്ക് നോക്കാം. പരാഗണത്തിന് നമുക്ക് വേണ്ട ആയുധം ഒരു ഈർക്കിൽ മാത്രമാണ്. നമുക്ക് പരാഗണം ചെയ്യാം. ഒരെണ്ണം കഴിഞ്ഞു, രണ്ടാമത്തെ. ഈ ഫ്ലാപ്പിനടിയിലാണ്. ഈ ഫ്ലാപ്പ് കാരണം ഇതിൻ്റെ പൂമ്പൊടി അകത്തോട്ട് പോവുകയില്ല. അതിനെ നമ്മളിങ്ങനെ ആ ഫ്ലാപ്പ് തുറന്നിട്ട് അതിനെ ഞെക്കി കൊടുക്കുന്നു. പരാഗണം കഴിഞ്ഞു. ഇതൊക്കെ പിടിച്ചതാണ്. മഴ കുറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാകാൻ നല്ല സമയമാണ്. ഇച്ചിരി വളവും വെള്ളവും കൊടുക്കണമെന്നേ ഉള്ളൂ. പാവല മഴ നിന്നുകൊണ്ട് ഉണ്ടാകാൻ തുടങ്ങി. തൈകൾ കിളിപ്പിച്ച് പറിച്ചു മാറ്റുന്നു. ഇത് നെടുങ്കണ്ടത്തുനിന്ന് കൊണ്ടുവന്ന് ക്യാരറ്റാണെന്ന് പറയുന്നു. നോക്കാം. പക്ഷെ മണം കേട്ടിട്ട് അജ്വാൻ്റെ മണമാണ്.